വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ കുക്ക് വിത്ത് കിച്ചൻ ന്യൂബി. അപ്പോൾ ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നെ പോലെ പുതിയതായിട്ട് കിച്ചണിൽ കയറുന്നവർക്കും കുക്കിംഗ് അറിയാത്തവർക്കും ബാച്ചിലേഴ്സ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രോ കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ തോന്നും. ഞാൻ ഇതിൽ കൺവേ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ഈ റെസിപ്പീസ് ട്രൈ ചെയ്തതെന്ന് മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു വറുത്തരച്ച സാമ്പാറാണ് കാണിക്കുന്നത്. അതും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഞാനും ഹസ്ബൻഡും മോനും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടുപേർക്ക് ഉള്ളൊരു സെർവിങ്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യുന്നത്. എനിക്കറിയില്ല അത് കൂടുതലായി പോകുമെന്ന്. സോ എൻ്റെ വീട്ടിൽ മമ്മി അമ്മമ്മ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അമ്മ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് പിന്നെ എൻ്റെതായ ഒരു രീതിയിലാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. നമുക്ക് വെണ്ടയ്ക്ക, തക്കാളി, ക്യാരറ്റ്, പൊട്ടാറ്റോ, ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് പരിപ്പുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം നമുക്ക് ഒരു പ്രഷർ കുക്കർ എടുക്കാം. അതിലേക്ക് ആദ്യം നമുക്ക് നമ്മളുടെ പരിപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ക്യാരറ്റും പൊട്ടാറ്റോയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് പരിപ്പിൻ്റെ വേവ് അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആവി കയറ്റുന്നത്. എത്ര വിസിലടിക്കണം എന്നുള്ളത് ഞാൻ മേടിച്ചിട്ടുള്ള പരിപ്പ് കുറച്ച് വേവ് കൂടുതലുള്ളതാണ്. അപ്പം കഴിഞ്ഞ തവണ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ ഒരു 3 വിസിലടിച്ചിട്ടും എൻ്റെ പരിപ്പ് ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് അമ്മമ്മ എന്ന് എന്നോട് പറഞ്ഞു, നീ ഉപ്പിടാതെ വേവിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ഉപ്പിടാണ്ടാണ് കേട്ടോ ഇതൊക്കെ വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഒരു 3-4 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു 5 വിസിലടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ പൊട്ടാറ്റോയും ക്യാരറ്റും ഉടഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ 5-ലങ്ങ് നിർത്തി. ഇനി നമുക്ക് വേണ്ടത് വറുത്തരയ്ക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ. ഞാൻ പറഞ്ഞല്ലോ 2 പേരേ ഉള്ളൂ ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങ, ഉഴുന്ന്, ഉലുവ, അതൊക്കെ ഒരു പിഞ്ച് എന്ന് പറയുന്ന മാതിരി എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് പരിപ്പ് വേണം കേട്ടോ. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച പരിപ്പ് തന്നെ വറക്കുന്നതിലും കുറച്ച് ഇടണം. ഞാനത് ഇതിൽ പെട്ടെന്ന് ഇടാൻ മറന്നു വേണ്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ പരിപ്പ് ഇട്ടിട്ടുള്ളത്. അത് ഇതിൻ്റെ കൂടെ തന്നെ ഇടാം കേട്ടോ നമുക്ക്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി വേണം. മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ഫ്ലേവർ തരുന്നത്. ഇതൊക്കെ വീട്ടിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇടണം. മുളക് പൊടി എനിക്ക് മറ്റേ നോർമൽ റെഡ് ചില്ലി എരിവ് കൂടിയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ കാശ്മീരി ചില്ലി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് തണുക്കാൻ വെക്കണം മിക്സിയിൽ അരയ്ക്കുന്നതിൻ്റെ മുന്നേ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച വെണ്ടയ്ക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഒട്ടലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മൾ ആവിയൊക്കെ പോയി കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ പരിപ്പ് ഇപ്പോഴും അങ്ങനെ ഒരു വെന്തുടഞ്ഞ ഫീലൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് പരിപ്പ് മാത്രം എടുത്തൊന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ട് നല്ല കട്ടിയുള്ള പുളിവെള്ളമാക്കിയിട്ട് അതിനൊഴിച്ചിട്ട് കുറച്ച് സാമ്പാർ പൊടിയും ഇട്ട് നമ്മളെ തക്കാളിയും വെണ്ടയ്ക്കയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് സ്റ്റൗ വീണ്ടും ഓണാക്കിയിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. പിന്നെ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. നമ്മൾ തേങ്ങ വറുക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഞാൻ അതിനകത്ത് നമ്മുടെ കായത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ കട്ടയായിട്ടുള്ള കായയാണെങ്കിൽ അതിൻ്റെ ഒരു പീസ് ഇടാം, അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ ആ പൊടി അതിലിടാം കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു വേണ്ടിയിരുന്നു. അപ്പം നമ്മളുടെ സാമ്പാർ ഇപ്പോൾ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ. തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു മിക്സീൻ്റെ ജാറിലിട്ട് നന്നായി അരച്ച് അതിനെ പേസ്റ്റാക്കി എടുക്കണമെന്നില്ല. കണ്ടാൽ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്. ആ ഒരു പരുവത്തിൽ നമുക്ക് ആക്കിയിട്ട് അത് നമ്മൾ സാമ്പാറിലേക്ക് മിക്സ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കുക്കിംഗ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നതിലൊക്കെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രം എടുത്ത് എണ്ണ ഒഴിച്ച് അതിലോട്ടും കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ടിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാൻ വെക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ച് ചുവന്ന മുളകും പൊട്ടിച്ചിട്ടാൽ നമ്മളുടെ വറവ് റെഡി ആയിട്ടോ. ഇനി അത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ച്
ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാണ്. ഏകദേശം തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെയാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്താൽ നമ്മുടെ സാമ്പാർ റെഡി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഈവൻ പ്രൂവ് ആണെങ്കിൽ കൂടി ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം എൻ്റെ കമൻറ്റിൽ എന്തായാലും പറയണം. അടുത്തത് ഏത് റെസിപ്പി ട്രൈ ചെയ്യണം എന്നുള്ളതും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബെൽ ഐക്കനും കൂടി പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.